ഹായ് ഹോൾ, വെൽക്കം ടു സ്മാർട്ട് ഹോം. നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും അല്ലേ നല്ലൊരു വീട് എന്നുള്ളത്. ഈ ഒരു വീട് നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ. നമ്മൾ വർക്ക് ചെയ്തിട്ടാക്കുന്ന സാലറിയുടെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ നമ്മുടെ ഡ്രീംസ് എങ്ങനെ ആവണം എന്നുള്ള കൺസെപ്റ്റുകൾ, കാര്യങ്ങൾ നമ്മൾ ഒരുപാട് റെഫർ ചെയ്യുന്നുണ്ടാവും. മറ്റുള്ള വീടുകൾ, അതല്ലെങ്കിൽ ഡ്രോയിങ്സ്, എഞ്ചിനീയേഴ്സിനെല്ലാം മീറ്റ് ചെയ്തിട്ടാണല്ലേ നമ്മൾ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒന്ന് നമ്മൾ വർക്കിലും അതുപോലെ തന്നെ സ്റ്റഡീസും, മറ്റൊന്നാണ് ഈ ഒരു വീട്ടിലും ആയിരിക്കും അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വീട് എന്നുള്ള ഒരു കൺസെപ്റ്റ് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആവണല്ലേ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി, നമ്മുടെ ഹാപ്പിനെസ് എല്ലാം ഈ ഒരു വീട്ടിൽ നിന്നാവണം അല്ലേ. നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അത്തരത്തിലുള്ള എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. നമ്മളിപ്പോൾ പൊതുവെ കണ്ടുവരുന്നത് വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവും. നമ്മളെ ഒരു വലിയ സാലറിയുടെ വലിയൊരു പങ്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഈ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ മാക്സിമം എന്താ ചെയ്യുക, നമുക്കൊരു ചെറിയ വീട് മതി, കുറഞ്ഞ സ്ഥലം ഉണ്ടാവുള്ളൂ, നമുക്ക് അതിലൊരു ചെറിയ വീട് എന്നുള്ള കൺസെപ്റ്റ് ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. പക്ഷെ നമ്മളൊരു വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരു എഞ്ചിനീയേഴ്സിനെ മീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ അത് എക്സ്പാൻഡ് ചെയ്യണം, നമ്മുടെ ഡ്രീം അനുസരിച്ച് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയില്ല നമ്മുടെ കരുതിയതുപോലെ തന്നെ. അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കോസ്റ്റ് കൂടുന്നുണ്ടാവും. നമ്മൾ പൊളിച്ച് വീണ്ടും ബീമും കാര്യങ്ങളൊക്കെ കൊടുത്ത് വരുമ്പോൾ നമുക്ക് കോസ്റ്റ് കൂടുന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലേ. അതുപോലെ നമ്മളൊരു വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി വേണം എന്ന് നമ്മൾ പറഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ വർക്കെല്ലാം കഴിഞ്ഞ് വളരെ സ്ട്രെസ്ഡ് ആയിട്ട് ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുക. നമുക്ക് ജസ്റ്റ് അതിൽ നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റിംഗ് ഇല്ല, എയർ ഫ്ലോ ഇല്ല, അതുപോലെ തന്നെ ഒരു ഇരുണ്ട് മൂടിയിട്ടാണ് നമുക്ക് ആ റൂം ഫീൽ ആവുന്നത്. അതിൻ്റെ ഉള്ളിൽ ഈ ഒരു വർക്കെല്ലാം കഴിഞ്ഞ് സ്ട്രെസ്ഡ് ആയിട്ട് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി, എനർജറ്റിക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല അല്ലേ. നമുക്ക് അത്തരത്തിൽ നമ്മൾ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഒരു നാച്ചുറൽ വെന്റിലേഷൻസ് നോക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഈ ഒരു ക്രിസ്ത്യൻ പള്ളികളുണ്ടല്ലോ, അതായത് അതിൻ്റെ ഉള്ളിലൊന്ന് കയറിയിട്ടുണ്ടോ, വളരെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും അതിൽ നിങ്ങൾക്ക് ഫീൽ ആവുക. അതെന്തുകൊണ്ടാണെന്ന് അറിയോ, ആ ഒരു കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഡബിൾ ഹൈറ്റ് ആയിരിക്കും. ആ ഒരു ക്രിസ്ത്യൻ പള്ളികളത് ഞാൻ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് ആ ഒരു ഡബിൾ ഹൈറ്റ് ആയിരിക്കും. അതിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി, അതിലേക്കുള്ള എയർ സർക്കുലേഷൻസ്, വലിയ ഡോറുകൾ, വിൻഡോസ്, ലൈറ്റിങ് എല്ലാം ഉണ്ടാവുമ്പോൾ ഇത്തരത്തിലാവണം നമ്മൾ ആ ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത്. ഈ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക, അങ്ങനെയല്ല. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് BArch കഴിഞ്ഞ ആർക്കിടെക്ചേഴ്സിന് കൊടുക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ. അവരാണ് ഏറ്റവും കൂടുതൽ എങ്ങനെ നമ്മുടെ എൻവയോൺമെന്റൽ അനുസരിച്ച് ഏത് ഡിസൈന് കാര്യങ്ങൾ കൊടുക്കണം എന്നുള്ളത്. സിവിൽ എഞ്ചിനീയേഴ്സ് ജസ്റ്റ് ഈ കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മേഖലയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. ഈ ഒരു BArch ആർക്കിടെക്ചേഴ്സ് ആണ് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് ഇത്തരത്തിലുള്ള എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തുകൊണ്ട് നല്ലൊരു വീട് ഡിസൈൻ ചെയ്ത് തരുന്നത്. സിവിൽ എഞ്ചിനീയേഴ്സ് ഇതിന്റെ കൂടുതലായിട്ടുള്ള സ്ട്രക്ചേഴ്സ്, അതേപോലെ തന്നെ സൈറ്റിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്, സൈറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, സൂപ്പർവിഷന്, അതിന്റെ എസ്റ്റിമേഷൻ കാര്യങ്ങളൊക്കെയാണ് സിവിൽ എഞ്ചിനീയേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തുടർന്നുള്ള വീഡിയോയിലൂടെ നോക്കാം എങ്ങനെ ഒരു സ്മാർട്ട് ഹോം, നമ്മളെ ഡ്രീം ആയിട്ടുള്ള ഒരു ഹോം എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോയിലൂടെ നോക്കാം.